السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. സമസ്തയുടെ ഒരു വാർത്ത, പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം എന്ന്. സാധാരണ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ നബിദിനാഘോഷ സമ്മേളനങ്ങളിൽ ഈ വാക്ക് പറയാറുണ്ട്. ഇവിടെ ഉസ്താദുമാരാണ് പറഞ്ഞത്. അപ്പോ വളരെ സന്തോഷമുണ്ട്. കാരണം ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും സൽക്കർമ്മങ്ങളിലും സുഹൃതങ്ങളിലും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, വ്യാപാരം, വ്യവസായം, അതിലൊക്കെ ഷാഫിഈ മദ്ഹബാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. പേര് ഷാഫിഈ മദ്ഹബാണെങ്കിലും മിക്കവാറും ഷാഫിഈ മദ്ഹബ് അല്ല ജീവിതത്തിൽ പകർത്തുന്നത്. ഉസ്താദുമാരെന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ്. മുകളിൽ ദർസിൽ പഠിപ്പിക്കുന്നതിനെതിരായി ഉസ്താദുമാർ താഴത്ത് കാണിച്ചു കൊടുക്കുമ്പോഴും ബുദ്ധിയും വിവേകവും തന്റെ ഇടവും പ്രകടിപ്പിക്കാത്ത ശിഷ്യന്മാര് അതങ്ങനെ തന്നെ പകർത്തുകയാണ്. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ആണല്ലോ. ആ കൽപ്പനകൾ എന്താണെന്നും അതെങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാൻ, അതുവഴി നാട്ടുകാർക്കത് പകർത്താനുമുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും അത് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, വ്യക്തമാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ്, വ്യക്തമാണ്. കാരണം ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ ഞാൻ എൻ്റെ റബ്ബിനോടേ ദുആ ചെയ്യും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എല്ലാം അംഗീകരിക്കുന്നു. അപ്പോൾ ഉസ്താദുമാര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾ ആരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, പിന്നെയോ ഇസ്തിഗാസ നടത്തുന്നേ ഉള്ളൂ. 30 കൊല്ലം മുമ്പ് നമ്മുടെ കൊട്ടപ്പുറം സംവാദത്തിൽ ഉസ്താദ് എന്താ പറഞ്ഞത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നതിന് ഞാൻ ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഓതി എന്നാണ്. അപ്പോഴോ പ്രാർത്ഥിക്കാം എന്നേ പറഞ്ഞു. സംസ്ഥാനം എന്താ പറഞ്ഞത്? ഇസ്തിഗാസ ചെയ്യാം എന്നല്ല, പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നത്. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സമൂഹമാണ് സമസ്ത. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എവിടെ പോയി? ഇവിടെ ഇയ്യാക നസ്തഈൻ വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യും. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ശരി, അതുകൊണ്ട് നബി മാതൃക എന്താണ്? നബി മാതൃകയിൽ അമ്പമൊന്ന് ബിലാനോരെ പാപ്പ കാക്കണയെന്നുണ്ടോ? അജ്മീർ ഖാജ മൊഹീനുദ്ദീൻ ചിസ്തി, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം, നാഗൂർ ഷാഹുൽ ഹമീദ് ആണ്ടവർ, മുത്തപ്പള്ളി കുഞ്ഞോമത് മുസ്ലിയാർ, മുനമ്പത്തെ ഫാത്തിമത്ത് സുഹറ, ഒന്നുമില്ലല്ലോ, ഇല്ല. പിന്നെന്താ ഉള്ളത്? അള്ളാഹു ഇന്നുണ്ട്. എന്നാൽ അന്ന് അവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഇസ്തിഗാസകൾ ഏതാ? ഇബ്രാഹിം നബിയെ കാക്കണേ, അതുണ്ടോ നബി മാതൃകയിൽ? ഇല്ല. ഇസ്മായിൽ നബിയെ കാക്കണേ, അതുണ്ടോ നബി മാതൃകയിൽ? ഇല്ല. ഈസാ നബിയെ കാക്കണേ, അതുണ്ടോ? ഇല്ല. മറിയം ബീവിയെ അതുണ്ടോ? ഇല്ല. ശരി, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നബി മാതൃക നമുക്ക് പകർത്താം. 2, നിസ്കാരമാണ്. നിസ്കാരത്തിലും അല്ലാത്തതുമെല്ലാം നിയ്യത്ത് നബി മാതൃക എങ്ങനെയാണ്? പറയലാണോ വെക്കലാണോ? ചെയ്യലാണ്. അതെങ്ങനെയാണ്? ശാഫിഈ മദ്ഹബിലെ കിതാബുകളിലെ പരിഭാഷകളിലെല്ലാം നിയ്യത്ത് ചെയ്യുക എന്നാണ്, പറയുക എന്നല്ല. നബി മാതൃകയിൽ എവിടെയെങ്കിലും നവൈതു എന്ന് ഈ പ്രവർത്തികളുടെ തുടക്കത്തിൽ ഉണ്ടോ? ഇല്ല. അവ കരുതുക എന്നതാണ്. അല്ലേ? ആണ്. ഒളിവെടുക്കുകയാണ്. ഒളിവെടുക്കുമ്പോൾ തല മുഴുവൻ തടവുക എന്നതല്ലേ നബി മാതൃക? ആണ്. അതല്ലേ കിതാബുകളിൽ പറഞ്ഞത്? അതാണോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്? ഇങ്ങനെ തലയുടെ തുടക്കത്തിൽ ആണ് 2-3 പ്രാവശ്യം ചെയ്യുന്നത്. നമുക്കതിലേക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കെട്ടിയത് എവിടെയാണോ അത് അബൂദാവൂദിലും ഇബ്നു ഹുസൈമയിലും ബൈഹഖിയിലും എല്ലാം പറഞ്ഞിരിക്കുന്ന അലാ സദ്രിഹി എന്ന. അതിന് 10 കിതാബിൽ അടക്കം പറഞ്ഞ അർത്ഥം
നെഞ്ഞത്ത് എന്നാണ്, നെഞ്ഞിന്മേൽ എന്നാണ്. മയ്യത്ത് നിസ്കാരത്തിൽ പോലും അങ്ങനെയാണ്. അതിന്റെ വിശദീകരണം പറഞ്ഞത് അല അഷ്റഫിൽ അഅ്ളാ, ഈ ഏറ്റവും ബഹുമാനപ്പെട്ട അവയവത്തിന്റെ മേൽ എവിടെയാണോ ഖുശൂ, എവിടെയാണോ ഖുളൂ, എവിടെയാണോ ഭയഭക്തി, അവിടെയാണെന്നാണ്. ശരി, ഔദും ബിസ്മിൻ മെല്ലെയാണോ തീരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹനഫി മദ്ഹബിൽ മെല്ലെയാണ്. അപ്പോൾ നബി മാതൃക, നബിയുടെയും 4 ഖലീഫമാരുടെയും പിറകിൽ നിസ്കരിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരെല്ലാം കനു യഫ്തതിഹൂന ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാഹ് മുതലാണ്. കനു യുസിറൂന, ഔദും ബിസ്മിൻ മെല്ലെയാണ്. ലാ യജ്ഹറൂന, അവർ പരസ്യമാക്കാറില്ല. ശരി, നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് എഴുന്നേറ്റ് പോകലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇല്ല. നബി മാതൃക എന്താണ്? അവിടുന്ന് ഈ ദിക്റുകൾ ചെയ്യുന്ന സമയം മാത്രമേ അവിടെ ഇരിക്കാറുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ചൂടുള്ള കല്ലിന്മേൽ ഇരിക്കുന്നത് പോലെ വേഗം എഴുന്നേറ്റ് പോകുമെന്നല്ലേ ആണ് എങ്കിൽ ആ നബി മാതൃക നമുക്ക് നടപ്പാക്കാം. കൂട്ടു ആമീൻ അല്ല, കൂട്ടു പ്രാർത്ഥനയാണ് വേണ്ടത്. അഥവാ എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരാൾ പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളവർ ആമീൻ പറയുക എന്നതല്ല. ശരി, സുബഹിന് മാത്രമായി ഒരു ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നസായി 1080 ഹദീസിൽ പറഞ്ഞത് ഐ ബുനയ്യ മുഹദ്ദസുൻ, അത് ബിദ്അത്താണെന്നല്ലേ? ആണ്. അപ്പോൾ നബിചര്യയിലേക്ക് നമുക്ക് മടങ്ങാം. ഹനഫി മദ്ഹബിൽ ഖുനൂത്തില്ല, വേറെയും മദ്ഹബുകളിൽ ഖുനൂത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം നിസ്കരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ട്. 5 നേരവും ഉണ്ടോ? ഉണ്ട്. 6 നേരമുണ്ടോ? തഹജ്ജുദിന് വേണ്ടിയിട്ട്. 7 നേരമുണ്ടോ? ഈ ഇസ്രാഖിന് വേണ്ടിയിട്ട് ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആ മാതൃകയിലേക്ക് നമുക്ക് മടങ്ങാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ അനുയായികൾക്ക് മൊത്തം മനസ്സിലാകുന്നതായിരുന്നോ? അതെ. സംസാരവും മനസ്സിലാകുന്നതായിരുന്നോ? അതെ. സംസാരം മനസ്സിലാകുന്നതും ഖുതുബ മനസ്സിലാകാത്തതും എന്നൊരു വേർതിരിവുണ്ടോ? ഇല്ല. യുസ്തറത്തു കൗനുഹ അറബിയ്യത്തൻ എന്നതിന്റെ വിശദീകരണം എന്താണ്? ഖുതുബ അറബിയിലായിരിക്കുക എന്നത് ഐ അർക്കാനുഹ, അതിന്റെ റുക്കുനുകൾ മാത്രം, ദൂനമാ അദാഹ, മറ്റുള്ളവ അല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, അറബി അറിയില്ലെങ്കിൽ ഇഷ്ടമുള്ള ഭാഷയിൽ തക്ബീർ ചെയ്യാൻ നിസ്കാരത്തിൽ എന്ന് പറഞ്ഞ മദ്ഹബ് ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് പറയാനുണ്ടോ? ഏതായാലും ആ വാക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. നിസ്കാരത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ പറയാമെന്ന്, തക്ബീർ വരെ അറബിയല്ലാത്ത ഭാഷയിൽ പറയാമെന്നാണ് പറയുന്നത്. അത്രയും വിശാലമാണ്, കളരിക്ക് പുറത്തേക്ക് പോകുന്നതാണ് മദ്ഹബ് ഗ്രന്ഥങ്ങൾ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗവുമായി മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം, ചികിത്സിക്കാനാണ് പറഞ്ഞത്. ഇന്ന് ഡോക്ടേഴ്സ് ഡേയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും എന്താണ്? തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. ഐക്കല്ല് ഉറുക്കിയേലസ് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഇൻസിഹ, അത് പൊട്ടിച്ചെറിയൂ എന്ന് ചരട് കെട്ടിയാളോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഉസ്താദെ, നമ്മൾ പറയേണ്ടത് പൊട്ടിച്ചെറിയാനാണോ കെട്ടാനാണോ? പറയൂ. മരണം ആസന്നമായാൽ യാസീൻ ഓതുക എന്ന ഹദീസ് ദുർബലമാണെന്ന് ഇമാം നവവി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെ മരിച്ചെടുത്തവകൾ എങ്ങനെ സുന്നത്താകും? മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതിയാൽ അത് മരിച്ചവർക്ക് കിട്ടുകയില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഉസ്താദുമാരെന്താ പറഞ്ഞത്? കിട്ടുമെന്നാണ്. അതാണോ പ്രവാചക മാതൃക? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ എന്ന് പറഞ്ഞതിന്റെ ബാക്കി എന്താ? ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാൻ പോലെ ആക്കരുത്. എന്താ? ഖുർആൻ ഓതണം എന്നാണ്. എപ്പോ? സാധാരണ ജീവിതത്തിൽ മയ്യത്ത് വെച്ചെടുത്തോ? അതാണ് മഖബറ ആക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ നബിയുടെ മരണമുണ്ടായല്ലോ, സഹാബത്തിന്റെ മരണമുണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഖുർആൻ ഓതിയോ? സഹാബത്ത് ഓതിയോ? ഇല്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിക്കണം എന്ന് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നല്ലേ സഹാബിമാര് പറഞ്ഞത്? കൽപ്പിച്ചതാരാ? നബിയാണ്, അല്ലേ? എന്താ ശാഫിഈ മദ്ഹബിൽ പറഞ്ഞത്? വസവാബുൽ മുഖ്താർ
ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം ജനാസ കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണമെന്നല്ലേ ആണ്. വിക്റ് കൊണ്ടുപോലും ശബ്ദം ഉയർത്തരുത് എന്നല്ലേ. പിന്നെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ മരണവുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണ് അല്ലേ. ഖബർ ഒരു അധികം ഉയരമുണ്ടാകുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ ശാഫിഈ മദ്ഹബ് പറഞ്ഞത്. ഇനി തിരുനബിയുടെ മാതൃക എന്താണ്? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരൊറ്റ കെട്ടിപ്പൊക്കിയ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന, ഒരു പ്രതിമയും തകർക്കാതെ വിടരുത്. ഇതൊക്കെ ഇസ്ലാമിക ഗവൺമെന്റിനോടുള്ള കൽപ്പനയല്ലേ? ആണ്. അവ പരത്തിയിടലാണോ അതല്ല കെട്ടിപ്പൊക്കലാണോ ഇസ്ലാമിന്റെ നിയമം? ചിന്തിക്കുക. അപ്പോൾ ഖബറുമായി ബന്ധപ്പെട്ട കുമ്മായം പൂശരുത്, പേരെഴുതി വെക്കരുത്, അതിന്മേൽ ഇരിക്കരുത്, തലേണ വെക്കരുത് തുടങ്ങിയ കൽപ്പനകളുടെ എല്ലാം കൂട്ടത്തിൽ ഈ എഴുതി വെക്കരുത് എന്നും എടുപ്പുണ്ടാക്കരുത് എന്നും പറഞ്ഞിട്ടില്ലേ? കൽപ്പന അങ്ങനെയല്ലേ? ആണ്. എങ്കിൽ അത് ചെയ്യണം. നേർച്ച ഇബാദത്താണല്ലോ? ആണ്. ലില്ലാഹി അലയ്യ കദ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യം നിർബന്ധമാക്കുന്നു എന്നല്ലേ അതിന്റെ നിയ്യത്ത് കരുതേണ്ടത്? ആണ്. അതാണോ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന നേർച്ച? അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ശിർക്കല്ലേ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേർച്ച അള്ളാഹുവിനുള്ളതല്ലേ? യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അവർ നേർച്ച വീട്ടുന്നു. വൽയൂഫൂന ദൂറഹും, അവർ നേർച്ചകൾ വീട്ടട്ടെ, ഇതല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? ആണ്. എങ്കിൽ എന്താണ് നേർച്ചയിൽ നമുക്ക് നബി മാതൃക? അള്ളാഹുവിനുള്ള നേർച്ചയാണ്. കൊട്ടുണ്ടോ? കൊരവയുണ്ടോ? ആനയുണ്ടോ? അമ്പാരിയുണ്ടോ? ചണ്ടയുണ്ടോ? ഇല്ല. ആരാണ് അള്ളാഹുവിന്റെ ഔലിയ? മുത്തഖുൻ, തഖ്വയുള്ളവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒക്കെ ഔലിയ അല്ലേ? ആണ്. അവർ കുളിക്കാതെയും ഉടുക്കാതെയും ഉണ്ണാതെയും മുടി ചീകാതെയുമാണ് നടന്നത്. അവർ കല്യാണം കഴിക്കാതെയാണോ ജീവിച്ചത്? അല്ല. അവര് മറഞ്ഞ കാര്യം അറിയുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചോ? ഇല്ല. നാളെയെക്കുറിച്ചറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പെൺകുട്ടികൾ പാട്ട് പാടിയപ്പോൾ ഗൈബ് അല്ലാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ് തിരുത്തുകയല്ലേ നബി ചെയ്തത്? നമ്മളോ അറിയുമെന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്തത്. ഏതാണ് ശാഫിഈ മദ്ഹബ്? ഏതാണ് നബി മാതൃക? ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളുടെ മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ആ മാതൃകയിലേക്കല്ലേ നമ്മൾ വരേണ്ടത്? ശരി, പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം. എന്താ പകർത്തേണ്ടത്? എങ്ങനെയാ പകർത്തേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ മൂന്നുണ്ടെന്ന് കണ്ടോക്ക്. പിന്നെ 7, 14, 40, 86, 90 ഒക്കെ ഉണ്ടല്ലോ നടക്കുന്നു. ശാഫിഈ മദ്ഹബാണോ? അല്ല. നബി മാതൃകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയിൽ ചാവടിയന്തരം കണ്ടോക്കുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇസ്നഉ ലി ആലി ജഅഫറിൻ തആമ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ? എന്നിട്ട് ഉസ്താദുമാരെന്താ ചെയ്യുന്നത്? ആ സഹോദരങ്ങള്, മുതഅല്ലിമുകള്, നാട്ടുകാരൊക്കെ കൂടി ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. നേരെ എതിരല്ലേ? ആണ്. അപ്രകാരം തന്നെ മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി നാട്ടുകാരെ ക്ഷണിക്കൽ വെറുക്കപ്പെട്ട അനാചാരം എന്നല്ലേ 10 കിതാബിൽ 110 പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പോൾ നമുക്ക് നബിചര്യയിലേക്ക് മടങ്ങാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച രീതിയിലേക്ക് നമുക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ്ഗാഹിലാണോ നിസ്കരിച്ചത്? അതെ. എല്ലാ വക്തും എല്ലാ പെരുന്നാളിനും ഈദ്ഗാഹിലല്ലേ നിസ്കരിച്ചത്? ആണ്. എങ്കിൽ നമുക്ക് ആ മാതൃകയിലേക്ക് മടങ്ങാം. പെരുന്നാൾ നിസ്കാരത്തിൽ സ്ത്രീകളെ, ആർത്തവകാരികളായ സ്ത്രീകളെ കൊണ്ടുപോകാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. അമറന, ഞങ്ങളോട് കൽപ്പിച്ചു എന്നല്ലേ ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ആണ്. നമുക്ക് ആ മാതൃകയിലേക്ക് മടങ്ങാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മആശറ വിളി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എങ്ങനെയാണ്? നേരെ മിമ്പർമ കയറുന്നു, എന്നിട്ട് ബാങ്ക് വിളിക്കുന്നു. രണ്ടാം ബാങ്കുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങിയ ബാങ്ക് എവിടെയാണ്? രണ്ടും ഒരു സ്ഥലത്താണോ? അല്ല. ഒന്ന് സൗറാഖിലാണ്. നമ്മുടെ നാട്ടിലോ ഒരേ സ്ഥലത്താണ്, ഒരേ ആള് തന്നെയാണ്. ഇതാണോ രണ്ടാം ബാങ്ക്? എന്ന് മാത്രമല്ല, ആവശ്യമില്ലെങ്കിൽ നടത്തരുത് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത, സഹാബിമാർ ചെയ്യാത്ത ഒന്നാണ് രണ്ടാം ബാങ്ക്, മആശറ വിളി തുടങ്ങിയവയെല്ലാം അല്ലേ? ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്ന് നബി മാതൃക പകർത്താൻ തയ്യാറാണ്. ഈ പറഞ്ഞ വാക്ക് നബി മാതൃക പകർത്തണം, പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണം എന്നത്
സത്യമാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്ത് ഔദും ബിസ്മി മെല്ലെ ഓതി നെഞ്ഞത്ത് കൈകെട്ടി തല മുഴുവൻ തടവി ഒതുവെടുത്ത് അങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കുക, അവരെ തടയാതിരിക്കുക. ആ നിലക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾ അവനവന്റെ അധികാരത്തിലുള്ളതെല്ലാം തട്ടി നിരപ്പാക്കുക. മൗലീദുകൾ, റാത്തീബുകൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനാണോ ഓതിയത്? അതെ. വദ്കുർനമായ തുലാഫി ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെട്ട മിനൽ കിതാബി വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അതോതാനല്ലേ സ്ത്രീകളോട് പറഞ്ഞത്? നിങ്ങൾ സ്ത്രീകളോട് പറയുന്നത് തിരുനബി പറഞ്ഞ കൽപ്പനയാണോ? തിരുനബിയുടെ വീടുകളിൽ വെച്ച് ഓതപ്പെടുന്ന വായിക്കപ്പെടുന്ന ആ ആയത്തും ഹദീസും പഠിക്കാനല്ലേ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട്, നമ്മുടെ ഉമ്മമാരോട് അള്ളാഹു കൽപ്പിച്ചത് ആണ്. അതാണോ നമ്മൾ പറയുന്നത്? നഫീസത്തുമാല എടുക്കാനല്ലേ, ഖുത്ബിയ്യത്ത് എടുക്കാനല്ലേ, മുഹിദ്ദീന്മാരെ വായിക്കാനല്ലേ? ആണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഖുർആനല്ലേ നമ്മളോട് വായിക്കാൻ പറഞ്ഞത്? ആണ്. അത് പഠിക്കാനല്ലേ പറഞ്ഞത്? ആണ്. ഈ ഖുർആൻ വായിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത് സമസ്ത? അത് പഠിക്കൽ നിർബന്ധമില്ല, അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ഫാത്തിഹ തന്നെയും പ്രത്യേകം നിർബന്ധമില്ല എന്നാണ് സമസ്ത പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനാണ് അത് പഠിക്കണം എന്ന് പറഞ്ഞത്. അത് പഠിക്കണമെന്ന് നബിയുടെ ഭാര്യമാരോടും മൊത്തം സമൂഹത്തോടും പറഞ്ഞത്. ഇത് മാത്രമല്ല, സുഖാറ, എന്താ പ്രശ്നം? ലഹരി ബാധിച്ചവരായി നിങ്ങൾ നിസ്കാരത്തോട് അടുക്കരുത്. എന്താ പ്രശ്നം? നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ. അപ്പൊ നിസ്കാരത്തിൽ ചൊല്ലുന്നത് ഓതുന്നത് മനസ്സിലാകണമെന്നല്ലേ നിസാ 43 പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ നമ്മൾ ഖുർആൻ ശരിക്ക് പഠിക്കണം, അർത്ഥം പഠിക്കണം, ആശയങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുഹമ്മദ് നബിയുടെ ആളുകളാകാൻ, അനുയായികളാകാൻ. അപ്പോൾ ഈ ആശയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഏതായിരുന്നാലും പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തണമെന്ന പൊന്നുപോലെയുള്ള വാചകം ജീവിതത്തിൽ പകർത്താൻ അനുയായികൾ തയ്യാറാകണം, നേതാക്കന്മാർ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫു സാലിഹിന്റെ മാതൃകയിൽ കാര്യങ്ങളെല്ലാം പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, പണ്ഡിതന്മാരുടെ നാവിലൂടെ സത്യത്തിന്റെ വാക്കുകൾ നീ വെളിപ്പെടുത്തി കൊടുത്തരണേ. അവർക്ക് ഹിദായത്ത് നൽകണേ റബ്ബേ. ഭൗതികമായ താല്പര്യങ്ങൾ മുഖേന സത്യം വെട്ടിത്തുറന്ന് പറയുന്നത് ഒഴിവാക്കുന്നതിൽ അല്ലാഹുവേ അവരെ രക്ഷിക്കണം. എല്ലാവർക്കും സത്യത്തിന്റെ ശബ്ദം മുഴക്കാൻ തൗഫീഖ് നൽകണം. ഈ സന്ദേശം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.